തീർച്ചയായും അള്ളാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്ക് തന്നെയാണ് മടക്കമെന്നർത്ഥം വരുന്നതായ ശ്രേഷ്ഠമാക്കപ്പെട്ട ഖുർആനിക വചനം പറഞ്ഞുകൊണ്ട് ശമിച്ച് നിലകൊണ്ടു അല്ലാ, നിന്നെ സ്തുതിച്ച് നിലകൊണ്ടു അല്ലാ. ഈ വാക്ക് കേൾക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുമത്രേ, അവന് വേണ്ടി നാളെ മനോഹരമായ സ്വർഗത്തിൽ സുന്ദരമാക്കപ്പെട്ട ഒരു ഭവനം നിങ്ങൾ നിർമ്മിക്കണേ മലക്കുകളെ. അവനുണ്ട് എന്ന് പറയണേ മലക്കുകളെ. അതിന് പേര് വെക്കണേ ബൈത്തുൽ ഹംദ്. സ്തുതിയുടെ ഭവനമാണ്, സ്തുതിയുടെ ഗേഹമാ. ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയ വിപത്തുകൾക്ക് ക്ഷമിച്ചും സഹിച്ചും നിലകൊള്ളുന്നവർക്ക് നാളെ അല്ലാഹു നൽകുന്ന സ്വർഗത്തിന്റെ പേരാണ് ബൈത്തുൽ ഹംദ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. മക്കളെ മരണപ്പെട്ടു പോയതിൽ വ്യസനിക്കുന്നതായ കല്ലിങ്കാലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് നൽകിയതായ പിഞ്ചോമന മക്കളെ പടച്ചറബ് തിരിച്ചു വിളിച്ചു കൊണ്ടുപോയെങ്കിൽ, കല്ലിങ്കാല് മുഹിയദ്ദീൻ പള്ളിയുടെ പരിസരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ വിഷമിക്കേണ്ട പ്രിയപ്പെട്ട ഉമ്മ, വിഷമിക്കേണ്ട വാപ്പാ, നാളെ സ്വർഗത്തിലേക്കുള്ള കവാടമാണ് ആ കുഞ്ഞിലൂടെ അല്ലാഹു നിങ്ങൾക്ക് നൽകുന്നത്. 49 മക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന് 4 ഭാര്യമാരിലൂടെ നൽകി. അതിൽ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോകുകയാണ്. ഓരോ മരണ വാർത്ത കേൾക്കുമ്പോഴും മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പതറാതെ ചിതറാതെ പറഞ്ഞുകൊണ്ടിരുന്നു, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഒരാൾക്കും ഉന്നതമായ സ്ഥാനമാനങ്ങൾ കിട്ടില്ല മുഅ്മിനേ. ഇന്നഇളമൽ ജസാഇ മഇളമിൽ ബലാ. വലിയ വലിയ പരീക്ഷണങ്ങളിൽ പരിപൂർണമായി ശമിച്ചും സഹിച്ചും നിലകൊണ്ടെങ്കിലേ ഉന്നതമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തൂ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പരീക്ഷണങ്ങൾ വരുമ്പോൾ അടിപതറാതെ നിൽക്കാൻ പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മൾ നല്ല ദീനാൻ, നിസ്കാരവും ഖുർആനോത്തും ഔറാദും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന സഹോദരൻ സഹോദരി, പെട്ടെന്ന് വീട്ടിൽ നമുക്ക് ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ മരണപ്പെടുന്നു. ഭാര്യ മരിക്കുന്നു, ഭർത്താവ് മരിക്കുന്നു, പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് ആകെ തകർന്നു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ദീനും പോയി. ചില ആളുകൾ പരസ്യമായി തന്നെ പറയാറുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ നിസ്കാരവും ഖുർആനോത്തും വിക്റും ഒക്കെ ഉണ്ടായിട്ട് പോലും അള്ളാഹു എനിക്ക് പരീക്ഷണം നൽകിയല്ലോ എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ദുർബല മനുഷ്യനാണ് നീ. ഏറ്റവും മോശപ്പെട്ട വാക്കാണ് പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കാരണം നമുക്ക് നൽകിയിട്ടുള്ള പരീക്ഷണമൊന്നും ഒന്നുമല്ല. ഒരു കുട്ടി മരിക്കുമ്പോഴേ വിഷമിക്കാൻ ആകെ നെഞ്ചത്തെടുത്ത് കരച്ചിൽ, നാടൊട്ടാകെ ഓടിക്കലരുന്നു, ആകെ വലിയ ഒച്ചപ്പാടും ബഹളവും, മയ്യത്തെടുക്കുമ്പോൾ ഒരു ബഹളം, മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ഒരു ബഹളം, ആരെങ്കിലും കാണുമ്പോൾ വലിയ ഒച്ചപ്പാട്. ഇങ്ങനെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി പൂങ്കണ്ണീരൊഴുക്കുന്നവരെ ഇതൊന്നും ദീനിൽപ്പെട്ടതല്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞുവല്ലോ, ലൈസ മിന്നാ മല്ലറബൽ ഖുദൂദ് വശഖൽ ജുയൂബ്. പോക്കറ്റുകൾ വലിച്ചു കയറുകയും കവളത്തടിച്ചുകൊണ്ട് അലമുറയിടുകയും ചെയ്യുന്ന ആളുകൾ, വിപത്തുണ്ടാകുമ്പോൾ ശമിക്കാതെ നിലകൊള്ളുന്ന ആളുകൾ, ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവനെ അല്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നബിതങ്ങൾക്ക് വരെ മക്കൾ മരിച്ചില്ലേ ചെറുപ്പത്തിൽ? ഇബ്രാഹിം എന്ന മകൻ മരിച്ചില്ലേ? ബഹുമാനപ്പെട്ട പ്രവാചകരുടെ ആൺമക്കളൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയില്ലേ? ആ മരിച്ച സമയത്തും പതറാതെ ചിതറാതെ ആത്മീയതയിൽ നിലകൊണ്ടു മുഹമ്മദ് റസൂലുള്ളാഹി. അത് മോമിനിന്റെ അടയാളാണ്. കാരണം മോമിൻ മനസ്സിലാക്കണം, ഇത് ദുന്യാവാണ്, ഇവിടെ വിപത്തുണ്ടാകും, അത് ക്ഷമിച്ചും സഹിച്ചും നിന്നാൽ ആഖിറ സന്തോഷകരമാകും. ഇതല്ലല്ലോ ശാശ്വത ജീവിതം. ഇവിടെ അല്ല ശാശ്വത ജീവിതം. നബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, മാ യുസീബുൽ മുസ്ലിമ മിൻ വസബിൻ വലാ നസബിൻ വലാ ഹമ്മിൻ വലാ ഗമ്മിൻ ഹത്താ ശൗകത യുശാഖുഹാ ഫീ ഖദമിഹി ഇല്ലാ ഗഫറല്ലാഹു ബിഹാ ഖതായാ.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ ഒരു സത്യവിശ്വാസിക്ക് എന്തെങ്കിലും മാനസികമായി വിഷമമോ ദുഃഖമോ പ്രയാസമോ മാനസികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ യദ്ദിലേക്ക് കാലിൽ ഒരു ചെറിയ മുള്ള് തറച്ചാൽ പോലും അത് സത്യവിശ്വാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്, പ്രയാസമാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലാ കഫറല്ലാഹു ബിഹാ ഖതായാ, അവന്റെ ചെറുപാപങ്ങൾ പൊറുക്കാൻ നിദാനമാണതെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. കാലിൽ ഒരു മുള്ള് തറച്ചാൽ പോലും വിശ്വാസിക്കത് ഗുണമാണ് എന്ന് പറഞ്ഞാൽ അതിൽ ക്ഷമിച്ചാൽ അവന് കൂലിയുണ്ടെന്നർത്ഥം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ ക്ഷമിക്കുമ്പോഴും പറച്ചിലുണ്ടെന്ത്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഞാൻ ഖുർആൻ ഓതുന്ന ആളാണ്, ഞാൻ ദിക്ർ ചെല്ലുന്ന ആളാണ്, ഞാൻ ലക്ഷക്കണക്കിന് സലാത്തില്ല ആളാണ്, എന്നിട്ട് എനിക്ക് അല്ലാഹു ഇങ്ങനെ തന്നല്ലോ. ആ വാക്ക് പറയാനേ കൊള്ളൂല. അത് സ്ത്രീകളൊക്കെ പ്രത്യേകം മനസ്സിലാക്കേണ്ട വിഷയമാണ്. പല പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും പരസ്യമായി കേൾക്കാറുള്ള ഒരു വാക്കാണിത്. സാധേ ഞാൻ ഇത്ര ഹത്തുമോദിയതാണ്, എന്നിട്ടും എനിക്ക് അല്ലാഹു തന്നല്ലോ എന്ന് പറയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നമുക്കൊക്കെ എന്ത് പരീക്ഷണം സഹോദരങ്ങളെ, മുൻഗാമികളിലൊക്കെ ചേർത്ത് നോക്കിയിട്ട് എന്ത് പരീക്ഷണം. വഹീദ് ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായതുപോലെ പരീക്ഷണം നമുക്കുണ്ടായിട്ടുണ്ടോ? ആകെ ഒരു കുട്ടി മരിച്ചിട്ടുണ്ടാകും നമ്മുടെ ജീവിത കാലയളവിൽ, അതിനെ ചൊല്ലിയിട്ട് വലിയ കോലാഹലം. ജീവിച്ചിരിക്കുമ്പോ ഭർത്താവ് മരിക്കുന്നു, ഭാര്യ മരിക്കുന്നു, ഇതൊക്കെ സാധാരണ രീതിയിൽ നടക്കുന്ന നോർമലായ സംഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറുടെ നാഗണത്തിലേക്ക് വരുമ്പോ പ്രവാചകന്റെ പ്രിയപ്പെട്ട മകള് ഉമ്മു കുൽസൂം തീരെ സുഖമില്ലാതെ കിടക്കുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എന്ന മരുമകനോട് പ്രവാചകൻ പറയുന്നു, നീ ധർമ്മസമരത്തിന് വരേണ്ടതില്ല, എന്റെ പ്രിയപ്പെട്ട മകളാകുന്ന നിന്റെ ഭാര്യയാകുന്ന ഉമ്മു കുൽസൂമിന് ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിലകൊള്ളിൻ. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയമുള്ളവരെ, ബദറിൽ പങ്കെടുത്ത വ്യക്തിയല്ല ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അറിയുമോ നിങ്ങൾക്ക്? മൂന്നാം ഖലീഫയായി നിലകൊണ്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. പക്ഷേ ബദരീങ്ങളുടെ എണ്ണുമ്പോൾ അദ്ദേഹത്തെ എണ്ണുന്നുണ്ട്. പേര് പറയുമ്പോൾ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വസയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, വസയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, വസയ്യിദന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു എണ്ണാറുണ്ട്. എന്താ കാരണം? ബദറിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇളവ് കൊടുത്തതാണ്. നീ നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ശുശ്രൂഷിച്ചു നിന്നോ എന്ന് പറഞ്ഞ് ഇളവ് കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് കൊതിച്ചതാണ് യുദ്ധത്തിന്, ധർമ്മസമരത്തിന്. അദ്ദേഹത്തിനെയും ബദറിൽ പങ്കെടുത്ത ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അക്കൂട്ടത്തിൽ എണ്ണി. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതാണല്ലോ ബദർ മൗലിദിന്റെ ഏടിൽ നമ്മൾ നോക്കിയാൽ 313 അല്ല, എണ്ണി നോക്കുമ്പോൾ ചില 363 വരെ കാണും പേര് നോക്കുമ്പോൾ. ഇതെന്താ ഇങ്ങനെ? 313 പേരെ പങ്കെടുത്തുള്ളൂ എന്ന് പറഞ്ഞു. വസയ്യിദിന അംരിൻ, വസയ്യിദിന അംരിൻ, വസയ്യിദിന ഉമൈരിൻ, വസയ്യിദിന അബ്ദുല്ലാഹി, വസയ്യിദിന അബ്ദുല്ലാഹി നോക്കുമ്പോൾ അവസാനം എണ്ണി നോക്കിയപ്പോൾ 363. ഇതെന്താ അങ്ങനെ? ചില ഏടിനകത്തുള്ള 318, ചിലതിനകത്ത് കാണാം 324, ഇങ്ങനെ പലതുണ്ട്. എന്താ കാരണം? പല കാരണങ്ങൾ കൊണ്ടവരുണ്ട്. ഒന്ന്, മദീനയിൽ നിന്ന് തന്നെ പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദറിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് വീട്ടിലെ പല സാഹചര്യങ്ങൾ കൊണ്ട് ഇളവ് കൊടുത്ത ആളുകളുണ്ട്. വാപ്പ സുഖമില്ലാതെ കിടക്കുന്നു, വാപ്പയെ ശുശ്രൂഷിച്ച് നിൽക്കിൻ. ഉമ്മ സുഖമില്ലാതെ കിടക്കുന്നു, ധർമ്മസമരത്തിൽ വരുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമം ഉമ്മായെ നോക്കി നിലകൊള്ളലാണ്, ഖിദ്മത്താണ്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഉമ്മാക്ക് ഖിദ്മത്തെടുത്ത് നിൽക്കിൻ. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പല ആളുകളെയും നബി തങ്ങൾ മദീനയിൽ വെച്ചുകൊണ്ട് തന്നെ ഒഴിവാക്കിയവരുണ്ട്. അക്കൂട്ടത്തിൽപ്പെട്ടതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ചില ആളുകൾ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് വാളും പരിചയവുമായി പ്രവാചകരോടൊപ്പം ഇറങ്ങി വന്ന കൂട്ടത്തിൽ കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ തന്നെ അസുഖബാധിതരായി, ദുഃഖിതരായി, ബുദ്ധിമുട്ടായി അപ്പോൾ തിരിച്ചയച്ച ആളുകളുണ്ട്. ഇങ്ങനെ വഴിയിൽ വെച്ചുകൊണ്ട് തിരിച്ചയച്ച ആളുകളും നേരത്തെ തന്നെ പ്രവാചകർ ഇളവ് കൊടുത്ത ആളുകളും ഇവരെല്ലാം കൂടി എണ്ണുമ്പോഴാണ് നേരത്തെ പറഞ്ഞ എണ്ണം 363 എത്തുന്നതായി ഏടുകളിൽ കാണാം. അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട, ധാരോന്റെ എഴുതി ചേർത്താണെന്ന് തെറ്റിദ്ധരിക്കരുത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. ഇവർക്കൊക്കെ ബദറിൽ ഷഹീദാക്കപ്പെട്ട 14 ആളുകളോടൊപ്പം തന്നെ ഇവരെയും അല്ലാഹു ചേർത്തു എന്നാണ്. ബദറിൽ എത്ര പേരാ ഷഹീദായത് അറിയോ? എത്ര പേരാണ്? 14 പേരാണ് ബദറിൽ ഷഹീദായത്. എത്ര പേരാണ്? അപ്പൊ പിന്നെ ബദർ ശോതാക്കൾ എന്ന് പറഞ്ഞ 313 പേര് ഷഹീദായിട്ടില്ല. ബദറിൽ പങ്കെടുത്തിട്ടുള്ള 313 പേരിൽ നിന്ന്
അവിശ്വാസികളുടെ വെട്ടേറ്റുകൊണ്ട് വീരമൃത്യു വരിച്ചതാകുന്ന ബദരീങ്ങളാകുന്ന അസ്ഹാബുൽ ബദരീങ്ങൾ ഷഹീദാക്കപ്പെട്ടവരുടെ എണ്ണം 14 പേരാണ്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഷഹീദാക്കപ്പെട്ട ആളുകളുടെ പ്രതിഫലം അള്ളാഹു നൽകുകയാണ്. ശരിക്കും മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. وذو الشمالين عمير مخجع عبيدة صفوان سعد رافع حريصة معوذ مبشر عوف يزيد عقيل عمير عن حمر الرحمن دوما ناسل صحائب الفضل علينا نائل. ബദറിൽ പങ്കെടുത്തതായ 313ഓളം വരുന്ന സഹാബത്തിൽ നിന്ന് ബദറിൽ ഷഹീദാക്കപ്പെട്ടതാകുന്ന സഹാബത്തിന്റെ എണ്ണം 14. ബാക്കിയുള്ള ബദറിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവർക്ക് നൽകപ്പെട്ട പ്രതിഫലം പോലെ പരിപൂർണമായി ശുഹദാക്കളുടെ പ്രതിഫലം നൽകുകയാണ്. അവർക്കൊക്കെ ആ പ്രതിഫലം കൊടുക്കാൻ ബഹുമാനപ്പെട്ടതാകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുക്കാതെ ഭാര്യയെ ശുശ്രൂഷിച്ചുകൊണ്ട് നിലകൊണ്ടു മദീനയിൽ തന്നെ. നബിയും സഹാബത്തും ബദറിൽ പോയി യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു, സന്തോഷം. പക്ഷെ വീട്ടിലെത്തുമ്പോൾ കിട്ടുന്ന വാർത്ത മകള് മരിച്ചു എന്നാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഭാര്യ ഉമ്മു കുൽസും മരിച്ചത് വാർത്തയാണ്. ഇതാണ് ദുന്യാവ്. നമ്മൾ വിജയിച്ച് വലിയ വിജയശ്രീലാതായി ട്രോഫി ആയിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ വീടിനകത്തേക്ക് വരുമ്പോൾ അവിടെ മരണ വാർത്ത, മകളെ മരണപ്പെട്ട വിവരമാണ് അറിയുന്നത്. അത്രയേറെ സീരിയസ് ആയ വിഷയമായതുകൊണ്ടാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിനോട് ശുശ്രൂഷിച്ചുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നോളാൻ പറഞ്ഞത്. മരിക്കുന്ന സമയത്ത് ഭർത്താവ് അടുത്തുണ്ടായിരുന്നു, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു. ഇതൊക്കെ ചരിത്രമാണ്. ഇന്ന മഅൽ ഉസ്രി യുസ്റൻ. ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു സന്തോഷം ഉണ്ടാകും. ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതിനോട് ചേർന്ന് പിന്നെ ഒരു ബുദ്ധിമുട്ടും വരും, ഉറപ്പാണത്. ഇത് ദുന്യാവിന്റെ ശൈലിയാണ്. ഇത് ഈ ഉമ്മത്ത് മനസ്സിലാക്കണം. നമ്മളിത് മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. ജീവിതത്തിൽ ഉയർച്ച ഉണ്ട്, എന്നാൽ ഒരു താഴ്ച ഉണ്ടാവും. താഴ്ച ഉണ്ട്, എന്നാൽ വീണ്ടും ഒരു ഉയർച്ച ഉണ്ടാവും. ദുന്യാവ് അങ്ങനെയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനോഹരമായ ഒട്ടകമുണ്ടായിരുന്നു. കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാക്കത്ത് ഒരു ഒട്ടകമുണ്ടായിരുന്നു. ആ ഒട്ടകത്തിന്റെ പേരാണ് ഒളുബാ. എന്താ പേര്? ഒളുബാ. ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്താ? ലാ തുസ്ബഖു. ഈ ഒട്ടകത്തെ മുൻകടക്കാൻ പറ്റൂല ഒരൊട്ടകത്തിനും. മക്കയിലും മദീനയിലൊക്കെ ഉള്ള എല്ലാ ഒട്ടകത്തിന്റെ മുന്നിലൂടെയും ഇത് നല്ല സ്പീഡിൽ നടക്കും. ഓട്ടം വരികയാണെങ്കിൽ ഓട്ടത്തിലും മികച്ചു നിൽക്കും. അപ്പൊ ഒരു നേതാവിന് പറ്റിയ നല്ല ഒരു വാഹനമായിരുന്നു ഒളുബ. നബിയുടെ ഒട്ടകത്തിന്റെ പേരാ. ദീർഘകാല നബി അതിന്റെ മുകളിൽ ഒട്ടകത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു എന്നാണ് ചരിത്രം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ ഒട്ടകവുമായി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുമ്പോ ഫസബഖഹാ ലഹു ഒരഅറാബിയായ ഗ്രാമീണനായ മനുഷ്യൻ ആ നാട്ടിലേക്ക് കടന്നു വന്നു. ഒരൊട്ടകവുമായിട്ടാണ് വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ ഈ ഒട്ടകം നടക്കാൻ തുടങ്ങി. മറ്റൊരാൾ ഒരു ഒട്ടകവുമായി വന്ന ഒരു ഗ്രാമീണ മനുഷ്യൻ. ആ ഒട്ടകം ഇച്ചിരി കൂടി നല്ല പൂവത്തുള്ളതാണ്. ഓരോ നടത്തത്തിൽ നബിയുടെ ഒട്ടകത്തിന് മുന്നിലൂടെ ഇത് നടക്കാൻ തുടങ്ങി. നടത്തത്തിൽ ഓട്ടത്തിലൊക്കെ ഇത് മുൻകടക്കാൻ തുടങ്ങിയപ്പോൾ സ്വഹാബത്തിൽപ്പെട്ടവർ ചിലർ മനസ്സുകൊണ്ട് കരുതി ആ മനുഷ്യന്റെ ഒട്ടകത്തെ അങ്ങ് തട്ടിക്കളയാം, ഒട്ടകത്തെ കൊന്നുകളയാം. കാരണം എന്തുകൊണ്ട്? നേതാവിന്റെ വണ്ടിയുടെ മുന്നിലൂടെ മറ്റൊരുത്തന്റെ വണ്ടി പോകുമ്പോൾ നമുക്ക് ചൊറിച്ചിൽ വരുമല്ലോ. നമ്മൾ അണികളിൽ പെട്ടവരാണെങ്കിൽ, യഥാർത്ഥ അണികളിൽ പെട്ടവരാണെങ്കിൽ നമ്മുടെ നേതാവിന്റെ വണ്ടി ഇങ്ങനെ ഫ്രണ്ടേ പോവാൻ, അപ്പോൾ ഒരുത്തൻ അതിന്റെ മുന്നിൽ കൂടെ നടക്കുകയാണ് അവന്റെ വണ്ടിയായിട്ട്, പെട്ടിയോട്ടായിട്ട് അതിന്റെ മുന്നിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മൾ ഇങ്ങോട്ട് മാറിയിരിക്കണമെന്ന് പറയൂലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് മനസ്സുകൊണ്ട് കരുതി അതിനെന്തെങ്കിലും ഒരു പണി കൊടുക്കാം, ആ ഒട്ടകത്തിനൊരു പണി കൊടുത്തേ പറ്റുള്ളൂ എന്നിങ്ങനെ മനസ്സിൽ കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് നബി എടുത്ത് ഈ വാർത്ത എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിവരം അറിഞ്ഞു.
അപ്പൊ നബി തങ്ങൾ ഇവരെ വിളിച്ചിട്ട് നബി അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. ദുന്യാവിനെ പറ്റിയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എത്ര മനോഹരമായിട്ടാണ്, ശരിക്കും മനസ്സിലാക്കണം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, എന്റെ ഒട്ടകത്തിന്റെ മുന്നിലൂടെ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മുൻകടന്നു പോകുന്നത് കണ്ടപ്പോ നിങ്ങൾ ആ ഒട്ടകത്തെ ഉപദ്രവിക്കാൻ മനസ്സുകൊണ്ട് കരുതിയല്ലേ സ്വഹാബ? പാടില്ല, പാടില്ല. ഹാദി ദുനിയാ, ഇത് ദുനിയാവാണ്, ദുനിയാവാൻ. ഇവിടെ ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശയിപ്പിച്ചു കൊണ്ടുവരൽ അള്ളാഹുവിന്റെ ശൈലിയിൽപ്പെട്ടതാണ്. നോക്കുന്നില്ലേ ആകാശസീമയിലേക്ക് എന്ന് നബിയുനാ റസൂലുള്ളാഹി. 14-ാം രാവിൽ ഉദിച്ചു നിൽക്കുന്ന മനോഹരമാക്കപ്പെട്ട പൂർണ്ണചന്ദ്രനിലേക്ക് ചൂണ്ടി അള്ളാഹുവിന്റെ റസൂൽ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുന്നു, ഈ 14-ാം രാവ് ഉദിച്ചു നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ നാളെ മുതൽ അതിന്റെ വലിപ്പം കുറയുകയാണ്, കുറയുകയാണ്. 28-ലേക്ക് എത്തുമ്പോ അത് പൂർണ്ണമായി നേരിയതാകുന്ന തലത്തിലേക്ക് പോകുന്നത് കണ്ടില്ലേ? ഇത് അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇങ്ങനെ തന്നെയാണ് ദുനിയാവ്. ഒരു വസ്തു അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിയാൽ പിന്നതിനെ ശരീരം ക്ഷീണിപ്പിച്ചും ക്ഷയിപ്പിച്ചും കൊണ്ടുവരിക എന്നുള്ളത് അല്ലാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇത് ദുനിയാവാണ് സഹാബ. ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ ഇവിടെ ഈ ദുനിയാവ് കണ്ടിട്ട് അതിന്മേൽ ഖിയാസാക്കരുത്, ഒന്നിനെ അതിനോട് തുലനം ചെയ്യരുത്. എന്റെ ഒട്ടകത്തേതാകുന്ന എന്റെ ഒളുബാ എന്ന ഒട്ടകം അതിനെ മുങ്കടക്കാൻ പറ്റാത്തതിന്റെ പേരിൽ ആ അറാബിയായ മനുഷ്യന്റെ ഒട്ടകം മുമ്പിലൂടെ പോകുന്നത് കണ്ടിട്ട് അതിനെ പ്രയാസപ്പെടുത്താനും കൊന്നുകളയാനും ഉന്മൂലനം ചെയ്യാനുമാണ് നിങ്ങളുടെ മനസ്സിന്റെ കരുത്തെങ്കിൽ ഒരിക്കലും പാടില്ല. ഇവിടെയല്ല ജീവിതം മുഅ്മിനിനുള്ളത്, ആഖിറമാണ്. ഇവിടെ അങ്ങനെയൊക്കെ പൊയ്ക്കോട്ടെ. കാരണം എന്റെ ഒട്ടകം വയസ്സായി വരിക, പ്രായം കൂടി വരുമ്പോ നല്ല ചെറുതുർക്കുള്ള നല്ല ഒട്ടകം വന്നുകൊണ്ട് അത് കയറി പൊയ്ക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഇത് ദുന്യാവാൻ. 14 രാവുദിച്ചിരിക്കുന്ന ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞു, കണ്ടില്ലേ നല്ല വൃത്താകൃതിയിൽ വലുതായിട്ട് നിൽക്കുന്നു ഈ ചന്ദ്രൻ, നാളെ മുതൽ ഇത് കുറഞ്ഞു വരും. അതുകൊണ്ടെന്താ ചന്ദ്രൻ അതിന്റെ കുറവുണ്ടെന്നാണോ? പിന്നെ വീണ്ടും അടുത്ത മാസം 14-ലേക്ക് വരുമ്പോ അത് വീണ്ടും നല്ല റായത്തായിട്ട് വരും, പൂർണ്ണമ ചന്ദ്രനായി വരും. 1-ാം പിറ കാണുമ്പോൾ ഒന്നുമില്ല, നേരത്തത് 2 ഒന്നുകൂടി വലുത്, 3 അല്പം കൂടി, ഇതിങ്ങനെ വന്ന് അവസാനം 14-ലേക്ക് എത്തുമ്പോൾ പൂർണ്ണമായി നിൽക്കും. വീണ്ടും അടുത്ത ദിവസം മുതൽ കുറഞ്ഞു വരും. ഇത് അള്ളാഹുവിന്റെ പതിവിൽപ്പെട്ടതാണ്. ഇത് ദുന്യാവിൽ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അതൊക്കെ നമുക്കും പാടാണ് കേട്ടോ ഈ പറഞ്ഞത്. നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉയർച്ച ഒരിക്കലും ഉണ്ടാവൂല, എപ്പോഴും താഴ്ച അതും ഉണ്ടാവൂല. ഇത് രണ്ടിനും ഇടയിലായിരിക്കും മോമിനിന്റെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് നബി തങ്ങൾ പഠിപ്പിച്ചത് അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ. ദുന്യാവെന്ന് പറയുന്നത് മനുഷ്യന് സത്യവിശ്വാസിക്ക് ജയിലാണ്, വ ജന്നത്തുൽ കാഫിർ അവിശ്വാസിക്ക് സ്വർഗമാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ഇവിടെ നമുക്ക് പരീക്ഷണം ഉണ്ടോ മനസ്സിലാക്കിക്കോണം. അള്ളാഹു നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മോമിനായി പരിഗണിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. നല്ല സാമ്പത്തിക ഉയർച്ച, പ്രവാസ രോഗമൊക്കെ നല്ല റാഹത്തായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് കച്ചവടമൊക്കെ പോവാൻ. എന്താ സംഭവിച്ചെന്നറിയില്ല. ഇതുവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, പെട്ടെന്ന് ഫുള്ള് ഡള്ളായി, ആകെ പ്രയാസമായി. ഇനി എവിടെ പോയി തുടങ്ങണം, ഏത് സ്ഥലത്ത് തുടങ്ങണം, നാട്ടിൽ വന്നിട്ട് എന്ത് തുടങ്ങണം? പ്രവാസിയാകുന്ന ആളുകൾ ആശങ്കയിലാണ്, ടെൻഷൻ അടിച്ചു നിൽക്കാൻ. കോവിഡ് മഹാമാരി വന്നു, അതിലൂടെ വലിയ പ്രയാസം ഉണ്ടായി. ബിസിനസ് ഒരിക്കലും തിരിച്ചു പിടിക്കാൻ പറ്റാത്ത കൊലത്തിലേക്ക് എത്തി. നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഒരു തിരിച്ചവരെ അല്ലാഹു തരും. പരിശ്രമിക്കുക. മൻ ജദ്ദ വജദ, പരിശ്രമിച്ചാൽ അത് എത്തിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ മാനസികമായി തകരാൻ പാടില്ല. നമ്മുടെ മനസ്സിലൊരു യഖീൻ ഉണ്ടാവണം, ഇത് ദുന്യാവാണ്, ഇവിടെ ഇങ്ങനെയാണ്. ഇത് പ്രവാചകന്റെ അധ്യാപനമാണ്. ഇവിടെ നമുക്ക് ജയിലായിരിക്കും, ഇവിടെ സന്തോഷം ഉണ്ടാകാൻ വകയില്ല. ഇവിടെ ഓരോ പ്രയാസങ്ങളിൽ വരും, നിയമങ്ങൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ സുപ്രീം കോടതിയുടെ വിധി 2 ആഴ്ച മുമ്പ് വന്നത്? വഖഫ് ബൈ യൂസറായിട്ട് നിലകൊള്ളുന്നതാകുന്ന ഏതെല്ലാം പള്ളികളുണ്ടോ, മദ്രസകളുണ്ടോ, അറബി കോളേജുകളുണ്ടോ, ദീനി സ്ഥാപനങ്ങളുണ്ടോ, ഒന്നും ഇനി രേഖയില്ലാത്തത് കൊണ്ട് ഒന്നും നിലനിൽക്കില്ല. പുതിയ നിയമമാണ് നിലവിൽ വന്നു, പാസ്സായി കഴിഞ്ഞു. ഇതൊന്നും മിക്കവരും അറിഞ്ഞിട്ടില്ല. നമ്മളിപ്പോഴും ബിഗ് ബോസ് കണ്ടിട്ട് ആദിലാമോള് ജയിക്കുവോ നൂറാമോള് കപ്പടിക്കുവോ ഇത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ നമ്മൾ നന്നാവും? നമ്മളിത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല ഈ വിഷയം. സുപ്രീം കോടതി വിധി പാസ്സാക്കി കഴിഞ്ഞു. വഖഫ് ബൈ യൂസർ അഥവാ
വർഷങ്ങളായി നൂറ്റാണ്ടുകളായി പള്ളികളായി മദ്രസകളായി മക്ബറകളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏതെല്ലാം സ്ഥാപന ജംഗമ വസ്തുക്കളുണ്ടോ ഇതെല്ലാം തന്നെ ഇനി രേഖകളില്ല എന്ന് വന്നാൽ അതൊക്കെ തന്നെ സർക്കാർ കണ്ടെടുക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വഖഫ് സ്വത്തുകൾ മുഴുവൻ കണ്ടെടുക്കും. നോക്കണം, നിങ്ങൾ മുസ്ലിമിനെ മാത്രമേ ഈ വിഷയം ബാധകമുള്ളൂ. ഇവിടെ ദേവസ്വം ബോർഡിന്റെ വിഷയമുണ്ട്. ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഏക്കർ കണക്കിന് ഭൂസ്വത്തുകൾ ഇതേപോലെ തന്നെ നൂറ്റാണ്ടുകളായി അവരുടേതായി കൊണ്ടുവരുന്നുണ്ട്, ആചരിച്ചു വരുന്നുണ്ട്. അതൊന്നും ചർച്ചയില്ല. ഇന്ത്യ രാജ്യത്തെ മുസ്ലിമീങ്ങളാകുന്ന ന്യൂനപക്ഷ സമുദായത്തെ മാത്രം വ്രണപ്പെടുത്താനും പ്രയാസപ്പെടുത്താനും അവരെ അരികുവൽക്കരിക്കാനും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും വേണ്ടി നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരികയാണ്. അതിലൂടെ നഷ്ടപ്പെടാൻ പോകുന്നത് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഏകദേശം 1,20,000-ഓളം പള്ളികൾ ഇന്ത്യ രാജ്യത്ത് നിന്ന് മുസ്ലിമീങ്ങളുടേത് അല്ലാതായി മാറുമത്രേ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഏകദേശം 1.5 ലക്ഷം ദർഗകൾ, മക്ബറകൾ, വലിയ വലിയ മക്ബറകൾ നൂറ്റാണ്ടുകളായി തഴക്കവും പഴക്കവും നിലകൊള്ളുന്ന പൈതൃക സമ്പത്തായി നമുക്ക് നിലകൊണ്ടിരുന്ന ഈ മനോഹരമാക്കപ്പെട്ട പാരമ്പര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇനി സാധിക്കും. 1.5 ലക്ഷത്തോളം ദർഗകൾ നമുക്ക് നഷ്ടപ്പെടാൻ പോവാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ആരെങ്കിലും ഒരാൾ ജസ്റ്റ് ഒന്ന് കേസ് ഫയൽ ചെയ്താൽ തീർന്നു. പിന്നെ സുപ്രീം കോടതിയിൽ നിന്നല്ല ഒരു കോടതിയും കേസെടുക്കൂല. കാരണം എന്താ? സുപ്രീം കോടതിയിൽ തന്നെ വിധി വന്നതാണ്. ഏത് വിഷയത്തിൽ? ഈ വിഷയത്തിൽ നൂറ്റാണ്ടുകളായി പള്ളികളായി നിൽക്കുന്നതൊക്കെ ഇനി രേഖകളില്ല എങ്കിൽ അതൊന്നും എന്തല്ല, വഖഫ് സ്വത്തായി പരിഗണിക്കില്ല. വഖഫ് ബൈ യൂസർ എന്നുള്ള നിയമം എടുത്തു കളഞ്ഞു. നൂറ്റാണ്ടുകളായി പള്ളികളായിട്ടുള്ളത് ഇത്രയും കാലം എങ്ങനെയായിരുന്നു? ഈ നിയമം പാസ്സാകുന്നതിന് മുമ്പ് വരെ അതങ്ങനെ തന്നെ നിന്നോട്ടെ എന്നായിരുന്നു. നൂറ്റാണ്ടുകളായി പഴയ പള്ളിയാ, ഓക്കെ, പഴയ നമുക്ക് പറയാം, വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ആയിക്കോട്ടെ, അതങ്ങനെ പോട്ടെ എന്നായിരുന്നു. ഇനി അതങ്ങനെ പറ്റൂല. രേഖയുണ്ടെങ്കിൽ പള്ളി, രേഖയില്ലെങ്കിൽ യാ അല്ലാഹ് പൊളിച്ചോണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ഇപ്പൊ ബാബരി മസ്ജിദ് ഒന്നു പോയതിന്റെ സങ്കടം തീർന്നിട്ടില്ല. ആ സ്ഥലസ്ഥാനത്തുകൊണ്ട് ഒരു രാമക്ഷേത്രം പണിതു. തൊട്ടപ്പുറത്ത് സ്ഥലം കാണിച്ചിട്ട് ഇപ്പുറത്ത് ദാ പള്ളി വരാൻ വന്നു, ദേ വരുന്നു, ദാ വരുന്നു. എന്നിട്ട് എവിടെ? അവസാനം അതിന് സ്റ്റേ വന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ? 2 ആഴ്ച മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു ആ പള്ളിക്ക് സ്റ്റേ വന്നിരിക്കുകയാണ്. ആ പള്ളിയൊന്നും പണിയാൻ പോകുന്നില്ല. ഇപ്പൊ പണിയും നാളെ ഉദ്ഘാടിക്കുമ്പോൾ ഇവിടുന്ന് ഡൽഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിക്കണമെന്നൊക്കെ കരുതി വലിയ കാര്യമായിട്ട് ഇരിക്കുന്നവരുണ്ടാവും. അതൊന്നും ഖിയാമത്ത് നാൾ വരെ വരത്തില്ല. അതൊക്കെ കണ്ണിൽ പൊടിയിടാൻ ആരെങ്കിലും ബാബരി മസ്ജിദ് തകർത്തിട്ട് അവിടെ രാമക്ഷേത്രം പണിയുന്നതിന് ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഒന്ന് അനുനയിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അപ്പുറത്തൊരു പള്ളി പണിയുന്നുണ്ടെന്ന് പറഞ്ഞത്. പള്ളിയൊന്നും വരൂല. ആ പള്ളിക്ക് സ്റ്റേ വന്നിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഉമ്മത്ത് അറിയണം. നമ്മളിത് അറിയാതെ ഉറക്കം നടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോവാൻ അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ചുരുക്കി പറഞ്ഞാൽ പരീക്ഷണങ്ങൾ ഈ ഉമ്മത്തിന്റെ മേൽ അടിക്കടി വന്നുകൊണ്ടിരിക്കും. ഇത് വലിയ പരീക്ഷണമാണ്. നാളെ നമ്മുടെ പള്ളികളെ, നമ്മുടെ മദ്രസകളെ, നമ്മുടെ ദീനീ സ്ഥാപനങ്ങളിലൊക്കെ രേഖകൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രയാസമായി വരും. അതുകൊണ്ടൊക്കെ കണക്കുകൾ കറക്റ്റാക്കി വെച്ചോളിൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരമ്പരാഗതമായി നൂറ്റാണ്ടുകളായി നിലകൊള്ളുന്നതാകുന്ന പല പള്ളികൾക്കും രേഖകളില്ല. അത് നമ്മുടെ പള്ളി മാത്രമല്ല, മറ്റുള്ള ദേവാലയങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം ഈ രേഖകൾ വേണമെന്ന് ആവശ്യപ്പെടുന്നതിന് മുമ്പുള്ള പള്ളികളാണത്. രേഖകൾ വേണമെന്ന് ഇന്ന് ആവശ്യപ്പെടുന്നു. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള പള്ളികൾക്ക് എങ്ങനെ രേഖ? എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വഖഫ് സ്വത്തുക്കളുണ്ട്. മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ഇന്ത്യൻ റെയിൽവേക്കുള്ളതാകുന്ന സ്വത്തുക്കളെക്കാൾ ഇരട്ടിയാണ് വഖഫ് സ്വത്തുക്കൾക്കുള്ളത്. മനസ്സിലാക്കണം. ഇത്രയേറെ വഖഫ് സ്വത്തുകൾ കണ്ടെടുത്താൽ അതിലൂടെ വലിയതാകുന്ന ഒരു ഭൂമി കൈവശപ്പെടുത്താൻ സർക്കാരിന് സാധിക്കും. അതിനുവേണ്ടിയുള്ളതാകുന്ന കരുതലാണ് നടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. ഏതെല്ലാം ഭാഗത്ത് നിന്ന് ഈ ഉമ്മത്തിന് കൂച്ചുവിലങ്ങടാവോ അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കാൻ. അത് ഒരു ഭാഗത്ത് ഇങ്ങനെ നടക്കുമ്പോൾ മറുഭാഗത്ത് ഇന്നും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. വൈകിട്ട് ന്യൂസ് ചാനൽ എടുത്ത് പരിശോധിച്ച് നോക്കിന്. ഇപ്പോൾ ഇതേ സമയത്ത് എല്ലാ ന്യൂസ് ചാനലുകളും ഹിജാബ് ഈ ഒരു വിഷയമാണ് ചർച്ച. വേറൊന്നും ചർച്ച ചെയ്യാനില്ല. എപ്പോഴും ആഴ്ചയിൽ ഒരു ദിവസം മുസ്ലിം പ്രതിക്കൂട്ടിലാണ്. ഒന്നില്ലെങ്കിൽ അവന്റെ തലയിലെ തട്ടം, മുസ്ലിം സഹോദരിമാരുടെ തലയിലെ തട്ടം ചർച്ച, അല്ലെങ്കിൽ മുസ്ലിം സഹോദരിമാരുടെ പർദയെക്കുറിച്ച് ചർച്ച. പർദ ഇട്ടുകൊണ്ട് നടക്കുന്നതാകുന്ന മുസ്ലിം സഹോദരിമാർക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല. അവർക്ക് ചൊറിച്ചിലും ഇല്ല, ബുദ്ധിമുട്ടും ഇല്ല. ചൊറിച്ചിലും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കാണ് ചൊറിച്ചില്. അവരെങ്ങനെ ഇത് ഇട്ടുകൊണ്ട് നടക്കും? ചൂടെടുക്കൂലേ? അവർക്ക് ചൊറിച്ചിലുണ്ടാവൂലേ എന്ന് പറഞ്ഞ് പർദ ധരിച്ചുകൊണ്ട് നടക്കുന്ന മുസ്ലിം സഹോദരിമാരെ കുറിച്ച് കുറ്റം പറയാനാണ് ആളുകൾക്ക് ഏറ്റവും വലിയ താല്പര്യം. ഇന്നത്തെ വൈകിട്ടത്തെ ചാനൽ ചർച്ചകളൊക്കെ അതിലാണ് നിലകൊള്ളുന്നത്. എല്ലാവർക്കും അതാണ് ഇഷ്ടം. മുസ്ലിമിനെ തീവ്രവാദിയാക്കി കാണിക്കാൻ, അവനെ ഭീകരവാദിയാക്കി കാണിക്കാൻ, അവനെ വർഗീയവാദിയാക്കി കാണിക്കാൻ, അവൻ ഈ ലോകത്തിന്റെ ശത്രുവാണ് എന്ന് ജനങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുക്കാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാൻ.
അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ മുസ്ലിം വാളുകൊണ്ട് പരിചയിച്ച മതമാണ് ആളുകൾ പറയുന്നു. യഥാർത്ഥത്തിൽ ചരിത്രം പഠിക്കണം. ബദറും ഉഹദും ഖന്തക്കും ഖൈബറും അടക്കം പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത യുദ്ധങ്ങൾ 24 എണ്ണമാണ്. എത്ര എണ്ണമാണ്? 24. ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? 24 യുദ്ധങ്ങൾ. അതിനെ അറബിയിൽ പറയുക ഗസ്വത്ത് എന്നാണ്. നബിതങ്ങൾ നേരിട്ട് പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് അറബിയിൽ പറയുന്നത് സരിയത്ത് എന്നാണ്. 47 യുദ്ധങ്ങളാണുള്ളത്. 27 + 47 ടോട്ടൽ എത്രയായി? 74 യുദ്ധങ്ങൾ. ശരിക്കും മനസ്സിലാക്കണേ, ഈ ഇസ്ലാമിക ധർമ്മസമരങ്ങൾ 74 അതിലെല്ലാം ഉൾപ്പെട്ടു. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാം പ്രബലമാക്കപ്പെട്ട യുദ്ധങ്ങളടക്കം ചെറുതും വലുതുമടക്കം 74 യുദ്ധങ്ങൾ. നബി നേരിട്ട് പങ്കെടുത്തതും നബി നേരിട്ട് പങ്കെടുക്കാതെ മറ്റൊരാളെ നേതാവായി പറഞ്ഞയച്ചിട്ടുള്ള യുദ്ധങ്ങൾ 74. ഈ യുദ്ധങ്ങൾ മൊത്തത്തിൽ ടോട്ടലായിട്ടുള്ള യുദ്ധങ്ങളിലൂടെ ആകെ മരണപ്പെട്ടു പോയ മുസ്ലിം പക്ഷത്തു നിന്നും അമുസ്ലിം പക്ഷത്തു നിന്നും മരണപ്പെട്ടു പോയവരുടെ കണക്ക് എത്രയാണെന്നറിയോ? എത്രയാ? 1018. ശരിക്കും മനസ്സിലാക്കണം. എത്രയാണ്? ഒന്ന് പറയും മനുഷ്യന്മാര്. 1018. എന്തിനാണ് ഞാനിത് പറയുന്നതെന്നറിയോ? ഇന്നും ചർച്ച എന്താണ്? മുസ്ലിം തീവ്രവാദി അവർ വെള്ളിയാഴ്ച ഖുതുബ ഓതാൻ വേണ്ടി വാള് മിമ്പറിൽ പിടിക്കുന്നു, അതിൻ്റെയൊക്കെ അടയാളം അവർ വാള് കൊണ്ട് പരിചയിച്ച മതമാണ് എന്നൊക്കെ പറഞ്ഞ് കിംവദന്തി പരത്തിയിട്ട് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ഭീതി, ഇസ്ലാമിനോടൊരു ഭീതിയാണല്ലോ. അതുകൊണ്ടാണല്ലോ മുസ്ലിമിനെ കുറിച്ച് ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞിട്ട് ഒരു ഇസ്ലാമോ ഫോബിയ സൃഷ്ടിച്ചു കൊണ്ടുവരുന്നത്. ഹിജാബിടുന്ന വിഷയത്തിലുമൊക്കെ നടന്നു വരുന്നതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, പഠിച്ചു വെക്കേണ്ട വലിയ പാഠമാണ്. ബേസിക്കായി ഉമ്മത്തിൽ ഓരോരുത്തരും പഠിച്ചു വെക്കേണ്ട പാഠമാണ് ഞാൻ ഈ പറഞ്ഞത്. ആകെ മരണപ്പെട്ടു പോയതാകുന്ന മുസ്ലിം പക്ഷത്തുനിന്നും അമുസ്ലിം പക്ഷത്തുനിന്നും ഈ കണ്ട യുദ്ധങ്ങളിലൂടെ എല്ലാം ബദറും ഉഹദും ഖന്തക്കും ഖൈബറും ഹുനൈനും അടക്കമുള്ള ധർമ്മസമരങ്ങൾ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്ത 24 യുദ്ധങ്ങളും പ്രവാചകൻ നേരിട്ട് പങ്കെടുക്കാതെ മറ്റുള്ളവരെ നേതാക്കളായി അയച്ചിട്ടുള്ള 47 യുദ്ധങ്ങളും അടക്കം 74 യുദ്ധങ്ങളിലൂടെ മരണപ്പെട്ടു പോയതാകുന്ന മുസ്ലിം പക്ഷത്തു നിന്നും 259 പേരും അമുസ്ലിം പക്ഷത്തു നിന്നും 759 പേരും അടക്കം ടോട്ടലായി ആകെ മരണപ്പെട്ടവരുടെ കണക്ക് 1018. 1020 താഴെയാണ്. എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെയും രണ്ടാം ലോക മഹായുദ്ധത്തിലൂടെയും കുരിശ് യുദ്ധങ്ങളിലൂടെയും ഒക്കെ മരണപ്പെട്ടു പോയതാകുന്ന ആളുകളുടെ കണക്ക് ലക്ഷക്കണക്കിന് ആളുകളാണ്. എന്തിനേറെ, കഴിഞ്ഞ 2 വർഷങ്ങളായി 365 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ളതാകുന്ന ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണ് മരണപ്പെട്ടു പോയതാകുന്ന പാവപ്പെട്ട ഫലസ്തീനി മക്കളുടെ കണക്ക് തന്നെ വ്യക്തമായി സൂചിപ്പിക്കുന്നത് വാഷിംഗ്ടൺ പ്രസ് തന്നെ പുറത്തുവിട്ടത് 70,000-ത്തിലും അധികം ആളുകളാണ്. 70,000-ത്തിലും അധികം ആളുകൾ പ്രവാചകൻ നേരിട്ട് പങ്കെടുത്തതും അല്ലാത്തതുമായുന്ന യുദ്ധങ്ങളിലൂടെ അത് തന്നെ ശത്രുക്കൾ ഇങ്ങോട്ട് വന്നപ്പോൾ തടഞ്ഞു നിർത്തിയതാകുന്ന കാരണങ്ങളാൽ തന്നെ മരണപ്പെട്ടു പോയ മുസ്ലിം പക്ഷത്തുനിന്നും അമുസ്ലിം പക്ഷത്തുനിന്നും 2 കൂട്ടരിൽ നിന്നും മരണപ്പെട്ടവരുടെ കണക്ക് 1020 താഴെയെന്ന് അടയാളപ്പെടുത്തുമ്പോ അതിൽ തന്നെ ചരിത്ര പ്രാധാന്യമുള്ള ബദറും ഉഹദും ഖന്തക്കും ഖൈബറും അടക്കമുള്ള പ്രസിദ്ധമാക്കപ്പെട്ടതാകുന്ന സർവ്വയുദ്ധങ്ങളും അതിലുണ്ട് എന്ന് പറയുമ്പോ കേവലം 2 വർഷങ്ങൾ കൊണ്ട് ഈ രാജ്യത്തിൽ അടക്കമുള്ളതാകുന്ന രാജ്യങ്ങളിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുന്ന ഫലസ്തീനിൽ എത്രയോ പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങളെ സഹോദരിമാരെയാണ് കൊന്നൊടുക്കിയത്. ഇസ്രായേലിൻ്റെതാകുന്ന നരനായാട്ട് നടന്നത് 70,000-ത്തിലും അധികമാകുന്ന ആളുകളെയാണ്. അതിൽ തന്നെ 20,000-ത്തിലും അധികം ആളുകൾ 10 വയസ്സിന് തുഴയുള്ള കുട്ടികൾ, അതിൽ തന്നെ 1000-ത്തിലധികം കുട്ടികൾ 1 വയസ്സിന് താഴെയുള്ള ഉമ്മയുടെ മുലപ്പാല് നുകർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ വാപ്പയുടെ തോളത്ത് ചാഞ്ഞു കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വെടിയുതിർത്തുകൊണ്ട് കൊന്നുകളഞ്ഞതാകുന്ന പാവപ്പെട്ടതാകുന്ന ഫലസ്തീനി മക്കളുടെ ചരിത്രം ഈ മക്കൾ അറിയാതെ പോകരുത്. എന്നിട്ടും ഇന്നും ആളുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു, സംഘികളും ക്രിസംഘികളും അടക്കം പറയുന്നു, മുസ്ലിം തീവ്രവാദി, അവൻ വർഗീയവാദി, അവൻ ഭീകരവാദി, അവന് പള്ളി കൊടുക്കരുത്, അവന് മദ്രസ വെക്കാൻ സ്ഥലം കൊടുക്കരുത്, അവനാണ് സ്ഥലം വാങ്ങിയതെങ്കിൽ പ്രശ്നമാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. എന്തുകൊണ്ട്? ഇസ്ലാം പ്രചരിക്കാൻ ഇസ്ലാം ഒരിക്കലും തളരുകയല്ല, ഇസ്ലാം വളരുകയാണ്. ഇസ്ലാം ഒരിക്കലും താഴുകയല്ല, ഇസ്ലാം ഉയരുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പേടി. ഈ ഇസ്ലാമോഫോബിയുടെ മർമ്മപ്രധാനമായ ലക്ഷ്യം തന്നെ ഇസ്ലാമിനെ തളച്ചു കെട്ടുക എന്നുള്ളതാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഇപ്പൊ ഈ ഹിജാബിന്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ.
മുസ്ലിം സഹോദരിമാരുടെ തട്ടത്തിന്റെ വിഷയം പറയുന്നുണ്ടല്ലോ, അവരുടെ പർദയുടെ വിഷയം ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. മുസ്ലിമീങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഹലാൽ ഫുഡ് എന്ന് പറഞ്ഞ് തുപ്പിത്തരുന്ന ഭക്ഷണമാണെന്നൊക്കെ പറഞ്ഞു വന്നതാകുന്ന ആളുകളുണ്ടല്ലോ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള പിന്നാമ്പുറങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ ഒന്ന് മാത്രം, ഇസ്ലാമിനോടുള്ള പേടി, ഇസ്ലാമിനോടുള്ള ഭയപ്പാട് മാത്രം. എങ്ങനെ ഭയപ്പെടുന്നു? ഇസ്ലാം ജനങ്ങൾക്കിടയിൽ സ്വാധീനം ചെലുത്തുന്നു. ആളുകൾ അനുദിനം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാൻ ഈ വിഷയത്തിൽ ഒറ്റ ഒരാളുടെ വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. ഹിജാബിന്റെ വിഷയത്തിൽ ഞാൻ പ്രതികരിക്കുന്നത്. ഇപ്പൊ എറണാകുളത്തെ പള്ളുരുത്തി സ്കൂളിൽ നടന്ന വിവാദം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്രൈസ്തവമാകുന്ന അവരുടേതാകുന്ന നേതൃത്വത്തിലുള്ള സ്കൂളിൽ ഏകദേശം 136ഓളം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിലൊരു പിതാവിൻ്റെതാകുന്ന വർത്തമാനം ചർച്ച ചെയ്യപ്പെട്ടു ചാനലുകളിൽ. അദ്ദേഹത്തിന്റെ കുട്ടിക്ക് തലയിൽ തട്ടമിട്ട് കൊടുത്തു. ഹിജാബ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ശരീരം മുഴുവനും മറയുന്ന വസ്ത്രം എന്നാണ് അതിന്റെ അർത്ഥം. അതൊരു അറബി പദം തന്നെ കൊണ്ടുവന്ന ചാനലുകൾ ചർച്ച ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം തന്നെ എന്താ ലക്ഷ്യം? ഒരു ദുരൂഹത സൃഷ്ടിക്കുക. ഹിജാബ് എന്ന് പറഞ്ഞാൽ മറയെന്നാണ്. മറയെന്ന് പറയുന്നത് പഴയ കാലത്തുമുണ്ട്, ഇക്കാലത്തുമുണ്ട്. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാര് മറന്നു നടന്നിരുന്നു. എങ്ങനെ? ഒന്നില്ലെങ്കിൽ അവർ പുറത്തു തന്നെ ഇറങ്ങലില്ല. വളരെ അത്യാവശ്യ ഘട്ടത്തിലെ പഴയ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പുറത്തിറങ്ങാറുള്ളൂ. വളരെ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ഇറങ്ങാവുള്ളൂ. അത് തന്നെ ഒരു മറയാണ്. എപ്പോഴും ഒരു വീട്ടിനുള്ളിൽ തന്നെ മറഞ്ഞു നിൽക്കും, ആവശ്യമില്ലാതെ ഇറങ്ങലില്ല. ഇനി അഥവാ ഇറങ്ങിയാൽ തന്നെ അന്യരാകുന്ന പരപുരുഷന്മാർ നിൽക്കുന്ന ഒരു സദസ്സിലൂടെയാണ് പോകുന്നതെങ്കിൽ ഒരു കുട, ആ കുട കൊണ്ടെങ്കിലും മറ പിടിച്ചിട്ട് ഇങ്ങനെ പോകും. കുട ചെരിച്ചു പിടിക്കും. കണ്ടിട്ടില്ലേ നിങ്ങൾ പഴയ കാലത്ത്? ആ കുട ഇങ്ങനെ ചെരിച്ചു പിടിക്കും ഉമ്മമാര്. എന്താ കാരണം? അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ തന്നെ കാണണ്ട. അത് തന്നെയാണ് മറ. അന്യരിൽ നിന്ന് മറയ്ക്കുന്ന എന്തെല്ലാം വസ്തുക്കളുണ്ടോ അതെല്ലാം ഹിജാബാണ്. അന്യരാകുന്ന പരപുരുഷന്മാർ തമ്മിലുള്ള ഇടകലരൽ പാടില്ല സ്ത്രീകൾക്ക്. അത് ഇസ്ലാമിന്റെ നിയമമാണ്, മതത്തിന്റെ നിയമം തന്നെയാണത്. അത് നിയമമാണ്. ഈ മതത്തിന്റെ നിയമങ്ങളും ആശയങ്ങളും ആദർശങ്ങളും അനുസരിച്ചുകൊണ്ട് അത് പ്രചരിപ്പിക്കുകയും അതനുസരിച്ചുകൊണ്ട് വസ്ത്രദാനം നടത്തിക്കൊണ്ട് പോകാനുള്ള മൗലിക അവകാശം ഇന്ത്യയിലെ ഭരണഘടന കൃത്യമായി അനുശാസിക്കുന്നുണ്ട്. ഇന്ത്യ രാജ്യത്തെ ഓരോ പൗരനും അനുശാസിക്കുന്നുണ്ട്. അതനുസരിച്ചാണ് പോകുന്നത്. സിന്ദൂരം ചാർത്തപ്പെട്ടതാകുന്ന സ്ത്രീകളും അതുപോലെ തന്നെ പൊട്ടുകുത്തിയതാകുന്ന സ്ത്രീയുമടക്കം അവരൊക്കെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ വന്നു ചേരുന്നതിന് ആരും വിലക്കേർപ്പെടുത്തുന്നില്ല. നമ്മുടെ സദസ്സുകൾ വരുന്നത്, കല്യാണത്തിന് വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളിക്കൂടങ്ങളിൽ മുസ്ലിം ദേവാലയങ്ങളിൽ പൊട്ടുതൊട്ടതാകുന്ന ഒരു കുട്ടി പഠിക്കുന്നതിന് ആരെങ്കിലും എതിർ നിൽക്കാറുണ്ടോ? ഒരാളും എതിർ നിൽക്കാറില്ല. കന്യാസ്ത്രീകൾ അവരുടേതാകുന്ന ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നു പ്രിൻസിപ്പൽ. എന്നിട്ട് പരസ്യമായിട്ട് പറയുന്നു, ഈ ശിരോവസ്ത്രം, ഞാൻ അണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശിരോവസ്ത്രം ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് പറ്റില്ല എന്ന അർത്ഥത്തിൽ. അപ്പോൾ അത്ര വലിയ വിരോധാഭാസമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവര് ധരിച്ചുകൊണ്ടിരിക്കുന്നത് അതേ വസ്ത്രമാണ്. ഈ തലയിലെ തട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച. പക്ഷെ ചാനലാകുന്ന ചാനലുകൾ മുഴുവനും മുസ്ലിമിനെ പ്രതിക്കൂട്ടിലാക്കാൻ ഒരു പെണ്ണിന്റെ കണ്ണ് മാത്രം പുറത്ത് കാണിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചിട്ട് ഇങ്ങനെ മൂടുപടം ധരിച്ചുകൊണ്ട് നടക്കാനാണ് ആ പിതാവ് ആവശ്യപ്പെടുന്നത് എന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച കൊണ്ടുവരികയാണ്. ഇത് കാണുമ്പോൾ നമ്മൾ തന്നെ പറയും, മുസ്ലിമുകൾ തന്നെ, എന്തിനാ അങ്ങനെയൊക്കെ ആവശ്യപ്പെടുന്നു? നമ്മൾ മനസ്സിലാക്കി അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ തലയിൽ ഒരു തട്ടം ഇട്ട് പോകുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ച. യഥാർത്ഥത്തിൽ തട്ടമിടുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മസല. തട്ടയിട്ടുകൊണ്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് കന്യാസ്ത്രീകൾ അവർ വിദ്യാഭ്യാസം നുകരുന്നു, ഒരു തടസ്സവും ഇല്ല. സിഖുകാര് തലയെക്കെട്ട് ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസം നുകരുന്ന ഒരു ചർച്ചയില്ല. എന്നാൽ മുസ്ലിമാക്കപ്പെട്ടതാകുന്ന ഒരു സഹോദരി അവർക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൽ മോമിനായി നിലകൊള്ളുന്ന കാലഘട്ടത്തോളം തലമറച്ചുകൊണ്ട് അവൾ വന്നുകൊണ്ട് നിൽക്കുന്നത്, ഔറത്ത് മറയ്ക്കുന്നത്, നഗ്നം മറയ്ക്കുന്നത് പാടില്ല, അതങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് വിലക്കേർപ്പെടുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഈ വിവാദം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. നമുക്ക് പരിചയമാണല്ലോ കാസർഗോഡുകാർക്ക്. മാണ്ഡെ എന്ന് പറയുന്നതാകുന്ന കോളേജിലേക്ക്, മാണ്ഡയിലുള്ളതാകുന്ന കോളേജിലേക്ക് ഒരു പെൺകുട്ടി, മുസ്കാൻ ഖാൻ എന്ന് പേരുള്ളതാകുന്ന ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ടുകൊണ്ട് ഹിജാബ് ധരിച്ചുകൊണ്ട് കടന്നതാകുന്ന ആ പെൺകുട്ടിക്ക് മുന്നിൽ അലറി വിളിച്ചുകൊണ്ട് സംഘികളാകുന്ന ചെറുപ്പക്കാര് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ആ കുട്ടിയെ തടഞ്ഞു നിർത്തിയപ്പോ ആ കുട്ടി രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് കയറിപ്പോയതാകുന്ന രംഗം മുസ്ലിമീങ്ങൾ ചെറുപ്പക്കാര് മറന്നിട്ടുണ്ടാവില്ല അല്ലേ? കണ്ടിട്ട് നമ്മൾ ഈ അടുത്ത് കഴിഞ്ഞു പോയതാണ്, വലിയ കാലൊന്നും ആയിട്ടില്ല. അപ്പൊ ഇതിങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ സ്റ്റേറ്റുകളിൽ ഉണ്ടാകും. ഇന്ന് കേരളത്തിലുണ്ടായി, നാളെ തമിഴ്നാട്ടിൽ വരും, മറ്റന്നാളത് കർണാടകയിൽ വരും. കർണാടക സ്റ്റേറ്റിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മാണ്ഡയിലുള്ളതാകുന്ന കോളേജിലേക്ക് പഠിക്കാൻ വന്നതാകുന്ന വിദ്യാർത്ഥി തലമറച്ച് വന്നപ്പോ സംഘികളാകുന്ന ആളുകൾ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് തടഞ്ഞു നിർത്തിയ സംഭവം.
ആ പെൺകുട്ടി അപ്പോൾ മുഷ്ടി ചുരുത്തിക്കൊണ്ട് അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് യാതൊരുവിധ പേടിയുമില്ലാതെ ചെറുപ്പക്കാർ കടയിലൂടെ കോളേജിലേക്ക് കടന്നു പോകുന്ന രംഗം മുസ്ലിം സഹോദരങ്ങൾ സഹോദരിമാർ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയുള്ള ആർജവം പ്രിയപ്പെട്ടതാകുന്ന വിശ്വാസികൾക്കുണ്ടാവണം. ദീൻ വിട്ടിട്ട് യാതൊരുവിധ കളിയും പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷെ ഇവിടെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത് പരസ്യമായിട്ട് ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് സ്കൂളിലെ പ്രിൻസിപ്പൾ എന്ന് അവകാശപ്പെടുന്ന സിസ്റ്റർ അടക്കം പരസ്യമായി ഇന്നുകൊണ്ട് ചാനലുകളാകുന്ന ചാനൽ എന്ന് പറയുന്നത് ഇവിടെ പഠിക്കുന്ന ബാക്കിയുള്ളതാകുന്ന രക്ഷിതാക്കൾക്ക്, കുട്ടികളുടെ രക്ഷിതാക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ആ കുട്ടികൾ ആരും തലമറയ്ക്കാതെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഏത് കുട്ടികൾ? മുസ്ലിമീങ്ങളാകുന്ന മക്കൾ. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നമ്മൾ എന്താണ് ഈ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിലും അവർ പഠിപ്പിക്കുന്നതാകുന്ന സ്കൂളിലേക്ക് മക്കളെ പറഞ്ഞേക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകളിലൊക്കെ മുട്ടുകുത്തിയുന്നുകൊണ്ട് പ്രാർത്ഥനകൾ പരിപൂർണമായി ഭാഗവാക്കാകുന്ന കുട്ടികൾ അവർ ഈ രീതിയിലുള്ളതാകുന്ന വസ്ത്രവിധാനം വേണം, യൂണിഫോം വേണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അവർ പറയുന്നതാകുന്ന ആശയങ്ങൾ കേട്ടുകൊണ്ട് ഓശാന പാടിക്കൊണ്ട് നിലകൊള്ളുന്നതാകുന്ന മുസ്ലിം തമ്പുരാക്കന്മാർ, മുസ്ലിമീങ്ങളാകുന്ന ആളുകൾ നല്ലതുപോലെ മനസ്സിലാക്കട്ടെ. നമ്മുടെ മക്കളിൽ ഭൂരിഭാഗം ആളുകൾ യുക്തിവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ആദർശങ്ങളിൽ നിന്നും പരിപൂർണമായി മാറിപ്പോകുന്നു എന്നുള്ള വസ്തുത അറിയാതെ പോകരുത്. എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ ഈ നിരീശ്വരവാദം വരുന്നു? എന്തുകൊണ്ട് നമ്മുടെ മക്കളിൽ യുക്തിവാദം വരുന്നു? എന്തുകൊണ്ട് വലുതായ കുട്ടികളുടെ തലയിൽ തട്ടമിടാൻ വേണ്ടി വാപ്പ പറയുമ്പോ, ഉമ്മ പറയുമ്പോ മനസ്സില്ല മനസ്സോടുകൂടി തട്ടമിട്ടില്ല എന്ന തരത്തിൽ തലയിലേക്കൊരു നേരിയ തൂണി കൊണ്ട് പൊതിഞ്ഞിട്ട് കല്യാണ സദസ്സിലേക്ക് പരസ്യമായി നൃത്തനിരങ്ങുകളോടുകൂടി നമ്മുടെ മുസ്ലിം അംഗമാർ കടന്നു വരുന്നു. അവരിൽ ലജ്ജയില്ലാതായി പോയി. കാരണം ചെറുപ്പത്തിലെ കൊടുക്കേണ്ടതാകുന്ന ശീലം കൊടുക്കാതെ, തലയിൽ തട്ടമിടാതെ, ഔറത്ത് ശരിച്ച് മറച്ചും പ്രിയപ്പെട്ടതാകുന്ന പെൺകുട്ടികളെ ജീവിതശൈലി കൊടുക്കാതെ നഗ്നത പ്രദർശിപ്പിച്ചുകൊണ്ട് നടന്നപ്പോ വലുതായി വരുന്ന കല്യാണത്തിന് വരുന്ന പ്രിയപ്പെട്ടതാകുന്ന പുതിയ പെണ്ണ് ശരീരത്തിൻ്റെതാകുന്ന ആഭരണങ്ങൾ മുഴുവനും അണിഞ്ഞ് പരസ്യമായി മറ്റുള്ളവരിലേക്ക് കിളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് കടന്നു വരുന്ന വിരോധാഭാസമാകുന്ന പ്രവർത്തനം, തീർത്തും ലജ്ജാവഹമാകുന്ന പ്രവർത്തനമാണ് ഈ ഉമ്മത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രതിക്കൂട്ടിൽ നമ്മൾ തന്നെയാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ വർഷങ്ങളായിട്ട് പള്ളികളും മദ്രസകളും ഒക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാകുന്ന ആളുകൾ രാഷ്ട്രീയത്തിൽ വലിയ പിടിപാടുള്ള ആളുകളായിരുന്നു, സമുദായ നേതാക്കളായിരുന്നു, സമ്പന്നതയുടെ അടിത്തട്ടിലുള്ള ആളുകളായിരുന്നു. പക്ഷേ സമൂഹത്തിന് ഗുണപാഠമായി ഏറ്റവും നിലനിൽക്കേണ്ടതാകുന്ന നല്ല പാഠശാലകളും അധ്യാപനശാലകളും സ്കൂളുകളും ഒന്നും നമ്മുടെ തലമുറയ്ക്ക് കൈമാറി കൊടുത്തിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് എന്തു പറ്റി? ഇന്ന് ഇത്തരത്തിലുള്ളതാകുന്ന ആളുകളുടെ മഠത്തിൽ പോയി വിദ്യാഭ്യാസം പഠിക്കേണ്ട ഒരു ദുരവസ്ഥയിലേക്ക് ഈ സമുദായത്തിന്റെ മക്കൾ മാറിയില്ലേ? അവരുടെ കാല് തൊട്ട് വണങ്ങേണ്ട അവസ്ഥയിലേക്ക് ഈ സമുദായം മാറിയില്ലേ? ഞാൻ പള്ളിയിലെ പ്രസിഡന്റാണ്, മഹല്ലിന്റെ നേതാവാണ്, ഞാൻ വലിയതാകുന്ന നേതാവാണെന്ന് പറഞ്ഞ് ചമഞ്ഞിരുന്ന, ദീർഘദൂരം ജീവിച്ചിരുന്ന ഒരുപാട് ആളുകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, എന്നാൽ കുറ്റം പറയാതിരിക്കുകയുമല്ല. എത്രയോ സമ്പത്തുള്ള ആളുകളായിരുന്നു, അധികാരമുള്ള ആളുകളായിരുന്നു. മാന്യമായി വരും തലമുറയ്ക്ക് വേണ്ടി കൃത്യമായി അവർ നല്ല ഒരു വിദ്യാഭ്യാസ സ്ഥാപനം പടുത്തുയർത്താത്തതിന്റെ പേരിൽ, ഒരു കോളേജ് സ്ഥാപിക്കാത്തതിന്റെ പേരിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരും തലമുറകൾക്ക് വിദ്യാഭ്യാസം നുകരാൻ വേണ്ടി മാറ്റിവെക്കാനും അവർ ഉപകരിക്കാത്തതിന്റെ പേരിൽ ഇന്ന് നമ്മുടെ മക്കൾ ഇത്തരത്തിലുള്ളതാകുന്ന കലാലയങ്ങൾ ആശ്രയിക്കുന്നു. അപ്പോൾ അവരവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ആണെന്ന് പറഞ്ഞ് അവരവരുടെ നിയമങ്ങൾ പാസ്സാക്കി കൊണ്ടുവരുന്നു. ഇനി ആരെന്ത് പറഞ്ഞാലും, വിദ്യാഭ്യാസ മന്ത്രി ഇരുന്ന് ചലച്ചാലും ഞങ്ങൾ ഇങ്ങനെ പോകൂ എന്ന് പരസ്യമായിട്ട് ഒരു സിസ്റ്റർ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്ന ഗതികെട്ടവസ്ഥയിലേക്ക് ഈ കേരളത്തിന്റെ അവസ്ഥ പോയില്ലേ? ആലോചിച്ച് നോക്ക്. വിദ്യാഭ്യാസ മന്ത്രി പറയാണ് ഇവർ പറഞ്ഞത് തെറ്റാണെന്ന്. അപ്പൊ അവര് പറയാണ് ഞങ്ങൾ ഇങ്ങനെ തന്നെ പോവുള്ളൂ. ആലോചിച്ച് നോക്ക്. അവരുടെ തന്റെ ഇടവൻ. കാരണം എന്തുകൊണ്ട്? അവരുടെ കാഴ്ചവട്ടിലാണ് ഇന്ന് കുട്ടികൾ വന്ന് നിൽക്കുന്നത്. ഇവിടെ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് നിൽക്കാൻ എന്റെ വിദ്യാഭ്യാസം. ഞാനതുകൊണ്ട് കുറ്റം പറയുന്നത് അവരെ മാത്രമല്ല, ഈ സമുദായത്തിന് മുമ്പ് നേതൃത്വം നൽകിയിരുന്ന വലിയ വലിയ മേലാളന്മാർ മാന്യമായി കുട്ടികൾക്ക് കൃത്യമായി വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നതിലേക്കുള്ള നല്ല സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാത്തതിന്റെ പേരിൽ നമ്മുടെ തലമുറകൾ ഇത്തരത്തിലുള്ള ആളുകളുടെ കാഴ്ചവട്ടിൽ പോയി ദീൻ പണയപ്പെടുത്താൻ. തലയിൽ തട്ടമൊന്നുമില്ല, പോയി ഇരുന്ന് പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നത്? വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അറിവ് നേടുകയാണ്. എന്താണ് അറിവ്? മാന്യമായ ജീവിതം നയിക്കാനുള്ളതാകുന്ന അറിവാണ് നേടുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ദീൻ വിട്ടിട്ട് നീ നേടുന്ന ഈ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടം? എത്ര പഠിച്ചിട്ട് കാര്യം? എന്ത് കാര്യം ഇതുകൊണ്ട്? ഔറത്ത് മൊത്തം തുറന്നിട്ട് വെളിവാക്കിക്കൊണ്ട് നടന്ന് വിദ്യാഭ്യാസം പഠിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്?
അതുകൊണ്ട് എന്തർത്ഥമാണ്? അതെന്താണ് അടുത്ത തലമുറയ്ക്ക് നമ്മൾ കൈമാറുന്ന സന്ദേശം എന്താണ്? പഠിച്ചു വെക്കുന്ന കുറെ ഇംഗ്ലീഷിന്റെ അതാകുന്ന അക്ഷരക്കൂട്ടങ്ങൾ മാത്രമല്ലല്ലോ, പരിശുദ്ധമായ ദീൻ കൈമുതലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസം കൊണ്ടേ അർത്ഥവത്താകുകയുള്ളൂ. ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ, ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്കടോ. ഭൗതിക വിദ്യ കൊള്ളാം, പക്ഷെ ആത്മീയ വിദ്യയാണ് അതിന്റെ ബ്രേക്ക്. അത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ചൊരുങ്ങിയിട്ട് നല്ല തലയത്തുള്ളി തുണിയൊക്കെ ഇട്ടിട്ട് പകുതി അങ്ങ് ഇറങ്ങിപ്പോവാൻ. പക്ഷെ ളുഹറും ഇല്ല, അസറും ഇല്ല, നിസ്കാരവും ഇല്ല, ഇബാദത്തും ഇല്ല, ഖുർആനോത്തും ഇല്ല, അല്ലാഹയെ ഓർക്കുന്നുമില്ല, വെറുതെ പൊട്ടിട്ട് ചാടി ഇറങ്ങി പോകുന്നു. ഇതുകൊണ്ട് എന്ത് ദീൻ? 3 നേരം മൃഷ്ടാന്ന ഭോജനം വീട്ടിൽ വന്ന് കഴിക്കുന്നു, മൊബൈൽ നോക്കിയിട്ട് ഒരു സൈഡിൽ കയറുന്നു, ലാപ്ടോപ്പിൽ നോക്കിയിട്ട് സിനിമയും കണ്ട് രാത്രി മുഴുവനും അഭിരമിക്കുന്നു. ഇതുകൊണ്ട് എന്ത് ദീൻ? ഇതുകൊണ്ട് എന്ത് ആത്മീയത? ഇതുകൊണ്ട് ഒരു ഭൗതിക വിദ്യാഭ്യാസം നേടിയിട്ട് ഒരു കാര്യമില്ല. ഇന്ന് 95% മുസ്ലിം മക്കളും അമേരിക്കയിലും UK-യിലും അടക്കം വിവിധ രാജ്യങ്ങളിൽ, ചൈനയിലും അടക്കം മക്കളെ വിട്ട് MBBS-നും ബിരുദാനന്തര ബിരുദത്തിനും വേണ്ടി വിടുമ്പോ മക്കൾക്ക് ആത്മീയത നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. മക്കൾക്ക് ആത്മീയത ഇല്ലെങ്കിൽ പോയി നിസ്കാരം കറക്റ്റാക്കാൻ പറയണം അപ്പായും ഉമ്മായും, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകൾ അവരുടെ ഔറത്ത് മറച്ച് നടക്കണം, നഗ്നത മറച്ച് നടക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകും, നസീബാക്കുമാറാവട്ടെ. അവൾക്ക് ആ ഭാഗം കൂടി മറച്ചിടൽ നിർബന്ധമാണ്. ശരിക്കും മനസ്സിലാക്കണേ. അന്യപുരുഷരിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഔറത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം റംലി റളിയല്ലാഹു അൻഹു പറയുന്നു, ശരീരം മുഴുവനും ഔറത്താണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പെണ്ണിൻ്റെതാകുന്ന ഔറത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിൽ പോലെ മുഖവും മുൻകൈയും ഒഴിച്ചുള്ളത് ബാക്കിയുള്ള മുഴുവൻ മറക്കണമെന്നാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നു, അങ്ങനെ നിൽക്കുന്ന പെണ്ണാണെങ്കിൽ പോലും നിസ്കാരത്തിൽ എന്നതുപോലെ ശരീരത്തിന്റെ നഗ്നതകൾ മുഴുവനും മറച്ച് അഥവാ മുഖവും മുൻകൈയും ഒഴിച്ച് നിലകൊള്ളുന്നതാകുന്ന പെണ്ണ് വലൗ തഹഖഖത നളറ അജ്നബിയ്യിൻ ലഹാ, ഒരന്യ പുരുഷൻ തന്നിലേക്ക് നോക്കുന്നുണ്ട് എന്ന് ഉറപ്പായാൽ, അങ്ങനത്തെ ഒരു കാലമല്ലേ ഇത്. താൻ പുറത്തിറങ്ങുമ്പോൾ അന്യരാകുന്ന പുരുഷന്മാർ തന്നിലേക്ക് നോക്കുമെന്ന് ഉറപ്പായ കാലഘട്ടമാണ്. അപ്പോൾ അവർ അതുകൂടി മറക്കണം, അഥവാ ആ മുഖവും മുൻകൈയും കൂടി മറക്കൽ നിർബന്ധം. ആര് പറഞ്ഞതാണ്? ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് തുഹഫയിൽ. ഇതിനപ്പുറത്തേക്ക് ഇനി ഇബാറത്ത് തന്നെ ഇല്ല ഷാഫി മദ്ഹബിൽ. ഷാഫി മദ്ഹബരാകുന്ന അയിമ്മത്തുകൾ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തള്ളിയിട്ട് ഇനി ഒന്നും പറയാനില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. കാരണം പ്രവാചകർ പഠിപ്പിച്ചത് അതേപോലെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമ്മളോട് അനുശാസിക്കുക. നമുക്ക് മടിയാണിത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഖുൽ ലി അസ്വാജിക وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين وكان الله غفورا رحيما. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ പ്രവാചകരെ വിളിച്ചുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹൻ നബിയോ, അല്ലയോ സത്യവിശ്വാസികളെ, പരിശുദ്ധ പ്രവാചകരെ, മുഹമ്മദ് നബിയേ, ഖുൽ ലി അസ്വാജിക്, തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ ഇണകളോട് പറയണേ. വബനാതിക്, തങ്ങളുടെ പെൺമക്കളോട്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള പെൺകുട്ടികളോട് പറയണേ. വനിസാഇൽ മുഅ്മിനീൻ, മുസ്ലിം സഹോദരിമാരോട് പറയണേ, മുസ്ലിം അംഗമാരോട് പറയണേ. യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവരുടെ മുഖമക്കന അവർ പരിപൂർണമായി താഴ്ത്തിയിടണേ. അന്യപുരുഷനിൽ നിന്ന് മുഖവും അവരുടെ ശരീരവും മറക്കണേ.